അടിപൊളി പടം. അതിലും ഉപരി പടത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഭയങ്കര ഒരു സന്തോഷം. സോ ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇത് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു ഹിറ്റ് ആവട്ടെ. വർഷം തുടങ്ങുന്നത് തന്നെ മിഥുൻ മാനുവലിൻ്റെ ഒരു അടിപൊളി ക്രൈം ത്രില്ലർ സസ്പെൻസ് ത്രില്ലർ പടത്തോടു കൂടിയാണ്. സോ എല്ലാവരും ഇത് പോയി കാണണം. ഓക്കെ, അതെ, സ്ക്രിപ്റ്റ് വളരെ സ്ട്രോങ് ആണ്, ഡയറക്ഷൻ അതിലും സ്ട്രോങ് ആണ്. സോ എല്ലാം കൊണ്ടും ഇതൊരു വലിയൊരു പലരുടെയും കംബാക്ക്, കാസ്റ്റിംഗ് എല്ലാം കൊണ്ടും പെർഫെക്റ്റ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ക്യാരക്ടേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പിടിച്ച് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. ജയറാമേട്ടൻ പൊളിയല്ലേ, പൊളി. അത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് ആണ്. പുള്ളി എപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരുന്നതാണ്, ബട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് വേഷങ്ങൾ ചെയ്ത് ഇതുവരെ കാണാത്തൊരു ജയറാം, എക്സാക്ട്ലി. അപ്പോൾ ഇതുവരെ കാണാത്തൊരു ജയറാമിനെ നിങ്ങൾ കാണാൻ പറ്റും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ഒരു സാധനം. അതിൻ്റെ BGMs, ഫൈറ്റ് സീൻസ്, അങ്ങനെ ഭീകരമായിട്ടൊരു ഫൈറ്റ് പടം അല്ലെങ്കിലും ഇതിലെ ഫൈറ്റ് സീൻസും അതിൽ കൊടുത്തിരിക്കുന്ന BGMs ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഇൻപുട്ട് ചെയ്ത ഒരു സാധനമാണ്. ഓരോ സീൻസും ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്. ആൻഡ് ഇറ്റ്സ് എവറിത്തിങ് ഇസ് കണക്റ്റഡ് ഫ്രം ഫസ്റ്റ് സീൻ ടു ദ ലാസ്റ്റ് എൻഡ്. എല്ലാം ഭയങ്കര കണക്റ്റഡ് ആണ്. സോ എല്ലാവരും കണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട, സിനിമയൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. മസ്റ്റ് യു ഡെഫിനറ്റ്ലി ഈ വീക്കെൻഡ് ഈ വർഷത്തെ ആദ്യത്തെ മസ്റ്റ് വാച്ച് മൂവിയാണ്. തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം, OTT-യിലൊന്നും വെയിറ്റ് ചെയ്യില്ല. ഇത് കുറേ ഓടുമെന്നാണ് എൻ്റെ ഒരു നല്ലൊരു പ്രതീക്ഷ. അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ, നിങ്ങളെല്ലാവരും പടം കണ്ടോ? കാണണം. അപ്പോൾ കാണണം, നിങ്ങളും പോയി കാണും. ഇതങ്ങനെ ഒരു മാസ് എന്ന് പറയാനായിട്ട് എനിക്ക് പേഴ്സണലി പറ്റില്ല, ബട്ട് ഡെഫിനറ്റ്ലി പുള്ളി എടുത്തിരിക്കുന്ന ഒരു സാധനം ഇതുവരെ കാണാത്ത ഒരു ഐറ്റം തന്നെയാണ്. അപ്പം അത് ആൾക്കാർക്ക് എന്തായാലും പിടിക്കും. കാരണം നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു സാധനം പെട്ടെന്ന് ചെയ്യുമ്പോൾ അത് ഇറ്റ്സ് വർക്കിംഗ് ഫോർ. അതുപോലത്തെ കാസ്റ്റാണ് എടുത്തിരിക്കുന്നത്, പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാരെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുന്നു. അയ്യോ, അനശ്വര നേരിൽ തകർത്തു, അതിലും തകർത്തു. ഇനി ഒരുപാട് തകർക്കാൻ കിടക്കുന്നു അനശ്വരയ്ക്ക്. സോ എ ലോങ് വേ ടു ഗോ ഫോർ ഹർ. സോ നിങ്ങൾക്ക് എങ്ങനെ തോന്നി പെർഫോമൻസ് എല്ലാവരുടെയും കണ്ടിട്ട്? ഓക്കെ, അപ്പം കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് എനിവേ ഗോയിങ് ടു ബി എ ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ ഓഫ് 2024, പ്രിറ്റി ഷുവർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ജയറാമേട്ടൻ്റെ പടം ഓസ്ലർ കണ്ടു. മികച്ച പെർഫോമൻസാണ് ജയറാമേട്ടൻ ചെയ്തിരിക്കുന്നത്. ഓസ്ലർ എന്ന ടൈറ്റിൽ ക്യാരക്ടറാണ് ജയറാമേട്ടൻ വന്നത്. പിന്നെ അനശ്വര രാജൻ്റെ പെർഫോമൻസൊക്കെ മികച്ചാണ്. പിന്നെ അർജുന അശോകൻ്റെ സ്ക്രീൻ പ്രസൻസ് മികച്ചാണ്. ഇതൊരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റിൽ കാണാൻ പറ്റുന്നൊരു മെഡിക്കൽ ത്രില്ലറാണ്, സൈക്കോളജിക്കൽ ത്രില്ലറാണ്. മിഥുൻ മാനുവൽ തോമസിൻ്റെ മികച്ച സ്ക്രിപ്റ്റാണ്, മികച്ച ഡയറക്ഷനാണ്. പിന്നെ എടുത്തു പറയേണ്ടത് സെക്കൻഡ് ഹാഫിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കാൻ്റെ ഒരു എൻട്രി ഉണ്ട്. അതൊക്കെ ഒരു ഇൻ്റർവൽ പഞ്ചിന് മികച്ചതായിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. പിന്നെ ഇതിൽ നമ്മുടെ എൽദോ രാജു എന്ന പുതുമുഖ നടൻ എൽദോ രാജു മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇത് ഒരു എല്ലാ ഫ്രെയിമിലും കുറേ ആർട്ടിസ്റ്റിലെ കാണിച്ചിട്ടുണ്ട്, പുതുമുഖങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇത് മെഡിക്കൽ സയൻസിന് പഠിക്കുന്ന പിള്ളേർ ധൈര്യമായിട്ട് കാണേണ്ട സിനിമ. ഇന്നത്തെ തലമുറ 5-ാം പാതിരയ്ക്ക് ശേഷം അടുത്ത ഹിറ്റാണ് ഈ ഓസ്ലർ. ഗംഭീര ത്രില്ലറാണ്. ജയറാമേട്ടൻ നമ്മുടെ സലാം കാശ്മീരിന് ശേഷം ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവാണ്. സലാം കാശ്മീർ ഓടിയിട്ടില്ല, പക്ഷേ ഈ സിനിമ ഓടുമെന്ന് തന്നെ പറയാൻ പറ്റും. മൊത്തത്തിൽ ഒരു എൻഗേജിങ് ആയിട്ട് സീറ്റേജ് ആയിട്ടും കാണാൻ പറ്റുന്ന സിനിമയാണ്. ക്യാരക്ടർ ഒരു മഫ്തിയിലുള്ളൊരു പോലീസ് ഓഫീസറായിട്ടാണ്, റാങ്ക് ഉള്ള പോലീസ് ഓഫീസറായിട്ടാണ്. സീരിയസ് ആയിട്ടുള്ള കാണിക്കും, കോമഡി ഒന്നുമില്ല, സീരിയസ് ഇഷ്ടപ്പെടുന്നത് ഭയങ്കരമായിട്ടുള്ള സീരിയസ് ആണ്. സലാം കാശ്മീറൊക്കെ അതിൽ കടത്തി വിട്ടു. ഫൈറ്റ് ഉണ്ട്, ഒരു ഇന്റർവെല് കഴിഞ്ഞിട്ട് ജയറാമേട്ട ഒരു ഫൈറ്റാണ്. അതൊക്കെ ഒരു തീ പാറുന്ന തരത്തിലുള്ള ഫൈറ്റാണ്. അടിയോ. മമ്മൂക്ക വില്ലൻ റോൾ വന്നത് എപ്പോഴും നായകനായിട്ട് വരുമ്പോൾ വില്ലനായിട്ട് വരുമ്പോൾ ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ എനിക്ക് പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്ക് ഉൾക്കൊണ്ടു. ഓക്കെ, താങ്ക് യു. റിവ്യൂ റേറ്റിംഗ് ഒരു 5/4. ഇതിൻ്റെ ജോണർ പറഞ്ഞാൽ മെഡിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫ് കണ്ടാൽ നമുക്ക് 5-ാം പാതിര റോൾ തോന്നും. സെക്കൻഡ് ഹാഫിൽ മമ്മൂക്ക വന്ന് ഞാൻ ക്യാമിയ റോൾ എല്ലാവരും വിചാരിച്ചു, പക്ഷേ ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ നല്ല ഉഗ്രം പെർഫോമൻസ് ആണ്. ക്ലൈമാക്സ് വരെ ഉണ്ട്. അല്ല സ്പോയിലറൊന്നും. ഇതിൻ്റെ വില്ലൻ ആരാണ് ഞാൻ പറയില്ല, അത് ഞാൻ പറയില്ല, അതാണ് സ്പോയിലർ. പിന്നെ നല്ല ഉഗ്രം മൂവിയാണ്. ജയറാമേട്ടൻ്റെ ശക്തമായ തിരിച്ചുവരവാണ്. പിന്നെ എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ മിഥുൻ താമസിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഉഗ്രനാണ്. മിഥുൻ താമസിച്ച് ഇനി ഭാവിയിൽ വലിയൊരു ആക്ടറാൻ സാധ്യതയുണ്ട്. എല്ലാം കൊണ്ടും ഒരു ലാഗ് അങ്ങനെ ഒന്നുമില്ല. ഒരുപാട് വയലൻസിലുണ്ട് കുറേ. പിന്നെ അനുമേനോടായാലും മറ്റ് ജഗദീഷ് ചേട്ടനായാലും ഹരിശ്ചേഷകൊണ്ടുമാണ് നന്നായി ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹിറ്റായി. നേരിലൂടെ ലാലേട്ടൻ തിരിച്ചു വന്ന പോലെ ഇതിലൂടെ ജയറാമേട്ടൻ ജയറാമേട്ടൻ തിരിച്ചുവരവാണ്. ഇത് ഭയങ്കര ഹിറ്റായി. ഇതുകൊണ്ട് നേരിട്ട് റെക്കോർഡ് പൊട്ടിയ സാധ്യതയുണ്ട്. അനശ്വരാജാണ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. ഉഗ്രൻ സ്ക്രിപ്റ്റാണ്. ഫസ്റ്റ് ഹാഫിൽ കാണുമ്പോൾ 5-ാം പാതിര തോന്നും. സെക്കൻഡ് ഹാഫ് നമുക്ക് വന്ന് തകർക്കുകയാണ്.
ആ ലെവലിൽ വരും, അന്നെ വെട്ടിക്കും. ഞാൻ ഒരു നിമിഷം പോലും ലാഗില്ല. മെഡിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. അങ്ങനത്തെ അധികം സ്പോയിലർ ഞാൻ പറയുന്നില്ല. വില്ലനെ ആർക്കും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല, വിചാരിക്കാത്ത ആളവില്ല. പിന്നെ ലാഗ് അങ്ങനെയൊന്നുമില്ല. ഉഗ്രൻ മിഥുൻ തോമസിന് ഇട്ട് കൊടുക്കുന്നു. ജയറാമേട്ടൻ്റെ ശക്തമായ തിരിച്ചുവരവാണ്. മമ്മൂക്ക ജയറാമേട്ടൻ അതൊന്നും ഞാൻ പറയുന്നില്ല. മമ്മൂക്ക തിരിച്ചു വരാൻ, ജയറാമേട്ടൻ തിരിച്ചു വരാൻ മമ്മൂക്ക ഏൽപ്പിയിട്ടുണ്ട്. ഇതിന് 100 കോടിയായി. ഇപ്പോൾ നേരിലൂടെ ലാലേട്ടൻ വന്ന പോലെ ഇതിന് മിക്കാൻ 100 കോടി കുറച്ച് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. മിഥുൻ തോമസ്, ജയറാമേട്ടൻ, മമ്മൂട്ടി ഇവർ 3 പേരാണ് എല്ലാം കോൺട്രിബ്യൂഷൻ. മമ്മൂക്കി ഞാൻ വെച്ച് കുറച്ച് നേരം ഉണ്ടാവുമല്ലോ വെച്ചു. ത്രൂ ഔട്ട് ഉണ്ട്, സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് ഉണ്ട്. ആ എൻട്രിയിൽ ഉഗ്രനാണ്. അങ്ങനെ ഞാൻ പറയുന്നില്ല. നെഗറ്റീവായിട്ട് കുറച്ച് വയലൻസ് കുറച്ച് കൂടുതലാണ് തോന്നി. ബ്ലഡ് ഷെഡ് കുറച്ച് കൂടുതലാണ്. അത് പിന്നെ 5-ാം ഭാഗത്തിൽ അങ്ങനെ ആയിരുന്നല്ലോ. ഇത് യങ്സ്റ്റേഴ്സെല്ലാം ഇഷ്ടപ്പെടും, ഭയങ്കര ഹിറ്റായി. അടിപൊളി പാടാണ്, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ജയറാമേട്ടൻ്റെ ഒരു തിരിച്ചു വരവ് തന്നെയാണ് ഈ മൂവി എന്ന് പറയുന്നത്. പിന്നെ മിഥുൻ സാറ് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇതിൽ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റും, അതന്നെ വലിയൊരു സന്തോഷമായിട്ട് കരുതുന്നു. താങ്ക് യു സോ മച്ച്. ഓസം മൂവിയാണ്, ഒന്നും പറയാനില്ല. ജയറാമേൻ്റെ ഒരു ബിഗ് തിരിച്ചുവരവാണ്. ജയറാമേൻ്റെ അടുത്ത് പറഞ്ഞാൽ ബാക്കി എല്ലാ കോ ആർട്ടിസ്റ്റിനെ എടുത്ത് പറഞ്ഞാൽ ഒരു വലിയൊരു തിരിച്ചുവരവാണ്, വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ എല്ലായിടത്തും പറയും പോലെ ഒരു ട്വിസ്റ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും തിയേറ്റർ വിസിറ്റ് ചെയ്യുക. അപ്പോൾ അടിച്ച് പൊളിക്കുക. എൻജോയ് ദ മൂവി. എബ്രഹാം ഓസ്ലർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ജയറാമേൻ്റെ വലിയൊരു തിരിച്ചുവരവാണ്. എബ്രഹാം ഓസ്ലർ നല്ല മൂവിയായിരുന്നു, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. മമ്മൂട്ടിയുടെ എൻട്രി ഒക്കെ ഭയങ്കര സൂപ്പറായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഭയങ്കര എണിച്ച് കൈയടിക്കാൻ തോന്നി. ഭയങ്കര രസമായിരുന്നു. തിയേറ്ററിൽ പോയി തന്നെ കാണണം, തിയേറ്ററിൽ പോയി കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. സൂപ്പർ. എല്ലാവരും നല്ലോണം, എല്ലാവരും ചെറിയ റോൾ ചെയ്ത ആൾക്കാർ വരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒന്നും പറയാനില്ല. ടിസ്റ്റോട് ടിസ്റ്റ്. നിങ്ങൾ തന്നെ കണ്ടു തന്നെ കാണണം, അറിയണം. വളരെ നന്നായിട്ടുണ്ട്. തുടക്കം മുതൽ ഇതുവരെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണാനായിട്ട് നല്ല മൂവി. ഒരുപാട് നമുക്ക് ഒരുപാട് അറിവുകളും കിട്ടുന്ന ഒരു മൂവിയാണ്. സൂപ്പർ. താങ്ക് യു. ജയറാമേട്ടൻ തിരിച്ചു വരും. പടം പോരാ. കൊള്ളാം നന്നായിട്ടുണ്ട്. കൊടാം നന്നാ. നല്ല പടം. നല്ല പേര്. മെഡിക്കൽ ത്രില്ലർ. പടങ്ങളുണ്ട് അർത്ഥം. മമ്മൂട്ടി ഉണ്ടോറ് പറ്റിച്ച്. വില്ലനായിട്ട് അഭിനയിച്ച ആള് അടിപൊളിയായിട്ടുണ്ട്. പടം നന്നായിട്ടുണ്ട്, വില്ലൻ അടിപൊളിയായിട്ടുണ്ട്. അല്ല നിങ്ങൾക്കുണ്ടോ? ആ ആണ്. അപ്പോൾ ഇത് മിസ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ എല്ലാവരും തന്നെ കാണുക. അത് ഒരു ഇത്രയും വലിയൊരു താരങ്ങളുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ എൻ്റെ ഒരു കരിയറിലെ തന്നെ ഒരു നല്ല കഥാപാത്രവും ഒരു വലിയ സിനിമയിൽ ഭാഗമായത് അതൊരു വലിയ കാര്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിരുന്നു. ഹായ് ഓക്കെ. അല്ല അത് ഞാൻ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. അത് അവിടെ ഒരാൾ പോകുന്നുണ്ട്. അല്ല എന്താ പറയുക, സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഒറ്റ സജ്ജനാണ് വായിച്ചത്. അത് അത്രയ്ക്ക് ത്രില്ലടിച്ചാണ് വായിച്ചത്. അത് ആ ഒരു ഇത് ഒരിക്കലും ആ ഒരു രസച്ചരടൊന്നും ചോർന്ന് പോകാതെ തന്നെ
അത് സ്ക്രീനിൽ അതുപോലെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അഞ്ചാം പാതിര എന്നുള്ള ഒരു രീതിയിൽ കാണും. ഇതൊരു ഇമോഷണൽ ക്രൈം ത്രില്ലറാണല്ലോ. അപ്പോൾ ആ ഒരു ജോണറിൽ കാണുക എന്നാണ് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത്. അഞ്ചാം പാതിര പ്രതീക്ഷിച്ച് കാണരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ കാണും, ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ ഓക്കെ, കാണുന്നവരുടെ ആ ഒരു സസ്പെൻസ് ഞാൻ കളയുന്നില്ല. ഓക്കെ, നല്ല പടം, അടിപൊളി ത്രില്ലറാണ്. മിഥുൻ മേനോന്റെ സ്റ്റൈലുണ്ട്, നല്ല ത്രില്ലടിച്ച് കാണാൻ പറ്റിയ നല്ല പടം തന്നെ. അപാര പെർഫോമൻസ്, ഒരു തരത്തിലും പെർഫോമൻസ് വായിച്ചില്ല പുള്ളിയുടെ. അപാര പെർഫോമൻസ്. ആ വേല അങ്ങനെ കമ്പയർ ഉണ്ടാവില്ല. രക്ഷയില്ലാത്ത പടമാണ്, എല്ലാ റെക്കോർഡും തകർക്കുന്ന പടം. അടിപൊളി പടം, അടിപൊളി പടം. എല്ലാവർക്കും അടിപൊളി സിനിമ, ഒരു രക്ഷയില്ല, അടിപൊളി. ഒരു മെഡിക്കൽ ത്രില്ലറാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ സൂപ്പർ സ്റ്റാർ ഉണ്ട്, എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഉണ്ട്. അടിപൊളി പടം തകർത്തു. മിഥുൻ മാനുവലിൻ്റെ മറ്റൊരു ക്രൈം ത്രില്ലർ, അടിപൊളി കേട്ടോ, സൂപ്പർ പടം. ജയറാമേട്ടൻ്റെ തിരിച്ചു വരവ് എല്ലാം കൊണ്ട് അടിപൊളി. സൂപ്പർ സ്റ്റാർ അടിപൊളിയായിട്ടുണ്ട്, ആരാന്ന് പറയുന്നില്ല, സൂപ്പർ സ്റ്റാർ അടിപൊളിയായിട്ടുണ്ട്. ആ സൈഡിൽ നിന്ന് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. സൈഡിലേക്കോ മമ്മൂട്ടി